വൈക്കം മിഷൻ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് തിരികെ വരാം. ഇങ്ങനെയുള്ളവരെയാണ് ഏറെ ദോഷകരമായി ബാധിക്കുന്നത്. ഇത് നിങ്ങൾക്കും ബോധ്യപ്പെടുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു രീതി. കള്ളപ്പണത്തിനെതിരെ കർക്കശവും ശക്തവുമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണിത് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. കള്ളപ്പണത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ആരും ഇപ്പോൾ എതിരല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കള്ളപ്പണം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമാണ്. നോട്ട് നിരോധനം പെട്ടെന്നുള്ളത് മൂലം ഇതിനൊരു പരിഹാരവും ആകുന്നില്ല. ഇപ്പോൾ കള്ളപ്പണത്തിനെതിരായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ തിരിച്ച് പണം വന്നിരിക്കുന്നതിൻ്റെ കണക്കെടുത്താൽ ഏതാണ്ട് നിരോധിക്കപ്പെട്ടതിനടുത്തുള്ള നോട്ടുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ നടത്തിയ ഒരു നടപടിയാണിത്. ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ സമസ്ത മേഖലയിലെയും ബാധിച്ചു. അസാധുവാക്കപ്പെട്ട നോട്ടുകളുടെ ഭൂരിഭാഗവും തിരിച്ചു വരുന്നു എന്നുള്ളൊരു വസ്തുത. കള്ളപ്പണം പിടിച്ചെടുക്കാനാണെങ്കിൽ അതിനു വേണ്ടിയായിരുന്നെങ്കിൽ ഇത് അങ്ങനെ ഒരു സാഹചര്യം വരുന്നില്ല. മൊത്തം നമ്മുടെ നാട്ടിൽ 3.5% മാത്രമാണ് കള്ളപ്പണമായി സൂക്ഷിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. ഇന്ത്യയിലെയും വിദേശത്തെയും കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നതിന് നോട്ട് അസാധുവാക്കൽ പരിഹാരമാർഗമല്ല. അത് പല രീതിയിലാകാം. ബിനാമി സ്വത്ത്, വെള്ളി, സ്വർണം, അങ്ങനെ പല രീതിയിലും ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ കള്ളപ്പണം തിരിച്ചു പിടിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ വീതം പോക്കറ്റിലിടുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ തീവട്ടിക്കൊള്ള നടത്തിയത്. അപ്പം ഇതിൻ്റെ താല്പര്യം എന്താണ്? ഇത് വൻകിട കോർപ്പറേറ്റുകൾക്കും കള്ളപ്പണക്കാർക്കും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള അവസരമൊരുക്കിയിരുന്നു എന്ന് നിരവധി വാർത്തകൾ കൊണ്ട് വ്യക്തമാണ്. ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് കോർപ്പറേറ്റുകളാണ്. അംബാനി പരസ്യമായി തന്നെ ഇത് രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതിക്ക് അനിവാര്യമാണെന്നുള്ള നിലയിൽ ഇതിനെ അംഗീകരിക്കുകയുണ്ടായി. പ്ലാസ്റ്റിക് രീതിയും അതുപോലുള്ള ഡിജിറ്റൽ സമ്പ്രദായങ്ങളും എല്ലാം വന്നാൽ അംബാനിയെ പോലുള്ള ചുരുക്കം ചില കോർപ്പറേറ്റുകൾക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം, അതിൻ്റെ കമ്മീഷൻ തന്നെ കോടിക്കണക്കിന് രൂപ. അപ്പോൾ കള്ളപ്പണത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റൊരു രീതിയിൽ കള്ളപ്പണം കോർപ്പറേറ്റുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ളത്. 1000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം 2000 രൂപയുടെ നോട്ട് പലർക്കും അത് കിട്ടിക്കാണും അത്യാവശ്യ കാര്യത്തിന്. പക്ഷെ ഇപ്പോൾ 2000 രൂപ കിട്ടിയാൽ എന്താണ് ചെയ്യാൻ കഴിയുക? അത് ഈ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞ പോലൊരു സ്ഥിതിയാണ്. അത് കൊണ്ടു നടക്കുക, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? വേറെ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ചായയുടെ കഥയാണ് എപ്പോഴും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചായക്ക് കടുപ്പം കൂടിപ്പോയി.
അദ്ദേഹത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കാൻ പറ്റും? പ്രധാനമന്ത്രി ആയതുകൊണ്ടുള്ള സെക്യൂരിറ്റി കൊണ്ടല്ല. കാരണം ഒരു ചായക്കടക്കാരനും ഒരു ചായക്ക് എന്ന് ഞാൻ ചായ തരില്ല, ചില്ലറ ഉണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഒരു സാഹചര്യമാണ് രാജ്യത്ത് വന്നത്. നമ്മുടെ തൊഴിൽ മേഖല പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. അന്യസംസ്ഥാനത്തെ ഉള്ളവരാണ് കേരളത്തിൽ കുറച്ച് പണിയെടുക്കാൻ വന്നിരുന്നത്. അവരാകെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവിടുന്ന് വിട്ടുപോകാൻ കഴിയുന്നൊരു സ്ഥിതിയാണ്. മാർക്കറ്റിൽ നിന്ന് മറ്റൊന്നും വാങ്ങാൻ കഴിയുന്നൊരു സ്ഥിതിയില്ല. ചില സ്ഥലത്ത് അന്യസംസ്ഥാന ജീവനക്കാർ തന്നെ കൂടുതൽ താമസിക്കുന്ന ചില സ്ഥലം കേരളത്തിൽ. ഈ ഞായറാഴ്ചകളിലൊക്കെ വലിയ കച്ചവടമൊക്കെ നടക്കുന്നതാണ്. അവിടുത്തെ ബസ്സുകളിൽ പോലും ബംഗാളിലും മറ്റും പരസ്യം നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കാര്യവും നടക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് സഹകരണ പ്രസ്ഥാനത്തിനാണ്. എന്നാൽ ആ സഹകരണ സംഘങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു സമീപനമാണ് മോദി സർക്കാർ എടുത്തത്. റിസർവ് ബാങ്കിൻ്റെ പൊതു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് കുത്തക താല്പര്യത്തിന് വേണ്ടി ബാങ്കിങ് രീതിയെല്ലാം കേന്ദ്രീകരിക്കുന്ന ഒരു മുദ്രാവാക്യം നേരത്തെ ഉന്നയിച്ചു. അതിൽ സഹകരണ ബാങ്കുകൾ ഇനി വേണ്ട എന്ന കാഴ്ചപ്പാടാണ് അവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിനെ തകർക്കുന്ന ഒരു നീക്കം വരുന്നത്. സഹകരണ പ്രസ്ഥാനത്തിനകത്താണ് കള്ളപ്പണം നിൽക്കുന്നതെന്നോ ഒക്കെയുള്ള വാദവും. കള്ളപ്പണം എവിടെ നിന്നാലും പിടിച്ചെടുക്കാമല്ലോ, ഏത് രീതിയിൽ അന്വേഷിക്കാമല്ലോ. അതിനിത്ര വലിയൊരു കാര്യം ഒന്നുമില്ല. ഏതെങ്കിലും കള്ളപ്പണക്കാരനായ എലിയെ പിടിക്കാൻ ഈ നാടിൻ്റെ വളർച്ചയുള്ള ഇല്ലം മുഴുവൻ ചൂടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ വളരെ ബോധപൂർവമായി ജനങ്ങൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു പുതിയ സൗകര്യം, ഒരു പുതിയ ആക്രമണ ശൈലിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ പ്രതിഷേധിച്ച് കേരള നിയമസഭ പ്രതിഷേധിച്ച് പ്രമേയം പാസാക്കുകയും നിയമസഭയിൽ നിന്ന് എല്ലാ കക്ഷികളുടെയും നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അനുവാദം ചോദിക്കുകയും ചെയ്തു. അതിന് പ്രധാനമന്ത്രിക്ക് സമയം. വൈക്കം മിഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. 2000 രൂപയുടെ നോട്ട് കിട്ടിയത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലത്തെ അവസ്ഥയാണ്. ആരുടെയും കയ്യിൽ ചില്ലറയില്ല, യാതൊന്നും അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. നോട്ട് നിരോധനം രാഷ്ട്രീയപരമായ നടപടി മാത്രമാണ്. ജനം ഇവിടെ നരകിക്കുകയാണ്. തൊഴിൽ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയെ കാണാൻ അവസരം നിഷേധിച്ചത് അത് ഫെഡറൽ വ്യവസ്ഥയോടുള്ള വലിയ അപമര്യാദയായ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.